നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗതാഗത കുരുക്കിൽപ്പെട്ട സമയം വൈകി. ഒടുക്കം പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു യുവാവ് എടുത്ത 18ാമത്തെ അടവ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഗതാഗത കുരുക്കിൽപ്പെട്ടതുകൊണ്ട് തനിക്ക് പരീക്ഷാ സമയത്ത് എത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് സമർനാഥ് മഹാങ്കണ്ടെ എന്ന കോളേജ് വിദ്യാർത്ഥി ഒരു വേറിട്ട യാത്ര നടത്തിയിരിക്കുന്നത്. അതായത് പരീക്ഷ തുടങ്ങാൻ 20 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ റോഡിലൂടെ സമയത്തിന് എത്താനാകില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സമർനാഥ് മഹാങ്കണ്ടെ പാരഷൂട്ട് വഴിയാണ് കോളേജിലേക്ക് എത്തിയിരിക്കുന്നത്. പാരാഗ്ലൈഡിംഗിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് സമർനാഥ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വിദഗ്ധനായ ഗോവിന്ദ് യാളയുടെ സഹായം കൂടെ തേടിക്കൊണ്ട് പാരാഗ്ലൈഡിംഗ് നടത്തുകയായിരുന്നു. ഇരുവരും ചേർന്നാണ് പഞ്ചഗണി ഹിൽ സ്റ്റേഷനിൽ നിന്ന് പറന്നുയർന്നത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പരീക്ഷ തുടങ്ങാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ സമർനാഥ് സെന്ററിൽ എത്തിയെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷകമായിട്ടുള്ള കാര്യം. പശ്ചിമ മഹാരാഷ്ട്രയിലെ സത്താറ പർസാണി ഗ്രാമത്തിലെ സമർനാഥ് മഹാങ്കണ്ടെ എന്ന കോളേജ് വിദ്യാർത്ഥിയുടെ ഈ യാത്ര ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പലതരത്തിലാണ് ആളുകൾ ഈ വൈറൽ വീഡിയോയോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ യുവാവിന്റെ ഈ സമയോചിതമായിട്ടുള്ള നിലപാടുകളെ ഏറെ പ്രശംസിച്ചുകൊണ്ട് പ്രതികരിക്കുകയുണ്ടായി. മറ്റു ചിലർ ഈ സംഭവം സാക്ഷി നിർത്തി ഗതാഗത കുരുക്കു മൂലമുണ്ടാകുന്ന നൂലാമാലകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും അതിൽ അധികൃതർ കാണിക്കുന്ന അശ്രദ്ധകളെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും യുവാവിന്റെ ഈ യാത്ര ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തരംഗമായി മാറുന്നുണ്ട്. അതേസമയം ഇതിനു മുമ്പ് ഒരു വിദ്യാർത്ഥി, അതായത് 8ാം ക്ലാസ്സിലുള്ള ഒരു വിദ്യാർത്ഥി ഗതാഗത കുരുക്ക് കാരണം സ്കൂളിൽ എത്താൻ വൈകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച സംഭവം ഇതേപോലെ വലിയ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. ബാംഗ്ലൂരുവിലെ നാഷണൽ പബ്ലിക് സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവായിരുന്നു മേൽപ്പാല നിർമ്മാണം ജനജീവിതം ദുസ്സഹമാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് അന്ന് കത്തയച്ചത്. 2 ആഴ്ചക്കുള്ളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്തിന് മറുപടിയൊക്കെ ലഭിക്കുകയുണ്ടായി. ബന്ധപ്പെട്ട വിഭാഗത്തോടെ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു എന്നായിരുന്നു അന്ന് മറുപടി കത്തിൽ വ്യക്തമാക്കിയിരുന്നത്. അഭിനവിന്റെ മുത്തച്ഛനാണ് ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയക്കാൻ കുട്ടിയെ ഉപദേശിച്ചത് എന്നതൊക്കെ പറയുന്നുണ്ട്. അഭിനവിന്റെ കത്തിന് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചത് വലിയ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമായിരുന്നു. എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ കഴിവുള്ള വ്യക്തിയായതിനാലാണ് താൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് എന്നതായിരുന്നു അന്ന് അഭിനവ് പ്രതികരിച്ചത്. എന്നാൽ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ പലയിടത്തും ഇത്തരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. രാജ്യത്തെ പല പ്രധാനപ്പെട്ട സിറ്റികളിലും ഇതേ കാര്യം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെറും 10 മിനിറ്റ് യാത്രാ ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് പലരും ഗതാഗത കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. ഇത്തരത്തിൽ കുരുക്കാകുന്ന ട്രാഫിക് ബ്ലോക്ക് പലപ്പോഴും പലരുടെയും ജീവൻ അപഹരിക്കാൻ വരെ കാരണമായിട്ടുണ്ട് എന്നത് മറ്റൊരു വശത്തുണ്ട്. വളരെ സുപ്രധാനമായിട്ടുള്ള പരീക്ഷകൾ എഴുതാൻ പറ്റാത്തവർക്കായി ഒരു അത്ഭുതമായി മാറുകയാണ് ഇങ്ങനെ ഇപ്പോൾ സമർനാഥിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ. എന്തായാലും സമർനാഥിന്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള യാത്ര അധികാരികളുടെ കണ്ണു തുറപ്പിക്കുമെന്നതാണ് ഒരു പറ്റം ജനങ്ങൾ വിശ്വസിക്കുന്നത്.